Dear students, good morning to one and all. Welcome to our online classroom, Business Economics. We have already studied in plus 2 and plus 1 economics. Yesterday we posted the first chapter, Introduction to Managerial Economics, and instructed to read the materials. എല്ലാവർക്കും നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മുടെ പേപ്പർ ബിസിനസ് എക്കണോമിക്സ് ആണ്. ഓൾറെഡി നിങ്ങൾ പ്ലസ് 1 നിന്നും പ്ലസ് 2 നിന്നും എക്കണോമിക്സ് എന്ന് പറയുന്നൊരു പേപ്പർ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചത് തന്നെയാണ് ഇവിടെയും. അതിൻ്റെ ബിസിനസ് ആപ്ലിക്കേഷൻസ് ലെവലിലേക്കാണ് നമ്മളതിനെ പഠിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടി നിങ്ങൾ പഠിച്ചതിനേക്കാൾ കുറച്ചും കൂടിയും ഡെപ്തായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് മാത്രമാണ് ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ മെറ്റീരിയൽസ് പോസ്റ്റ് ചെയ്തിരുന്നു. എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്ത് വായിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് മാനേജീരിയൽ എക്കണോമിക്സിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് എന്താണ് എക്കണോമിക്സ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓയിക്കോസ് ആൻഡ് നോമിയാസ് എന്ന രണ്ട് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന വേർഡ് ഉണ്ടായിരിക്കുന്നത്. ഒയ്ക്കോസ് എന്ന് പറയുന്നത് എ ഹൗസ് എന്നുള്ള മീനിങ്ങും നോമിയാസ് എന്നുള്ളത് ടു മാനേജ് എന്നതുമാണ് ആ ഗ്രീക്ക് വേർഡ്സിൻ്റെ മീനിങ്. അപ്പോൾ ഈ രണ്ട് വേർഡ്സ് കൂടിച്ചേരുമ്പോൾ ദ മാനേജ് ഓഫ് ഹൗസ് ഹോൾഡ് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അതായത് നമ്മുടെ ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ബേസിക്കലി ആ വേർഡ്സിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. പക്ഷേ എക്കണോമിക്സ് എന്നുള്ള ടേംസ് അതിൻ്റെ ഡെഫിനിഷൻസൊക്കെ പല കാലഘട്ടങ്ങളിൽ അതിൻ്റെ ഈ ഒരു ഡിസിപ്ലിൻ അല്ലെ ഈ ഒരു സബ്ജക്റ്റ് നിലവിൽ വന്നതിന് ശേഷം അതിൻ്റെ ഗ്രോത്ത് അല്ലെ അതിൻ്റെ ഡെവലപ്മെൻറ്റിലൂടെ പല മീനിങ്ങുകളും മാറി മാറി വന്നിട്ടുണ്ട്. Basically, economics is a social science. It is called social because it studies mankind of society. It deals with aspects of human behavior. And economics called science since it studies social problem from a scientific point of view. സാധാരണഗതിയിൽ എക്കണോമിക്സിനെ സോഷ്യൽ സയൻസിലാണ് പെടുത്താറുള്ളത്. എന്തുകൊണ്ടാണ് അതിനെ സോഷ്യൽ സയൻസിൽ പെടുത്തുന്നത് എന്ന് പറയുന്നത്, സോഷ്യൽ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് അത് സ്റ്റഡീസ് ഓഫ് മാൻ കൈൻഡ് ഓഫ് ദ സൊസൈറ്റി. ഈ സോഷ്യൽ അതായത് എക്കണോമിക്സിൽ നമ്മൾ നടത്തുന്ന സ്റ്റഡി സൊസൈറ്റിയിലെ ഹ്യൂമൻ ബീയിങ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്. രണ്ടാമത്തെ പാർട്ടായ സയൻസ് ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ പീപ്പിൾസിൻ്റെ അല്ലെ മാൻ കൈൻഡിൻ്റെ പ്രോബ്ലംസിനെ സയൻറ്റിഫിക് പോയിൻ്റ് ഓഫ് വ്യൂസിൽ സ്റ്റഡി നടത്തുന്നത് കൊണ്ടാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് എക്കണോമിക്സിന്. ഈ സോഷ്യൽ സയൻസിനുള്ള ഈ എക്കണോമിക്സിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രാചീന കാലത്ത്, അതായത് പ്രാചീന ഗ്രീക്കിലെ ഫിലോസഫറായ പ്ലാറ്റോയും അരിസ്റ്റോട്ടീമും ഈ ഒരു എക്കണോമിക്സിനെ പറ്റിയിട്ട് അന്നേ റൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രാചീന ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഇന്നത്തെ എക്കണോമിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പോലത്തെ കാര്യങ്ങൾ അന്ന് പ്രാചീന ഗ്രീക്ക് കാലത്ത് പ്ലാറ്റോയുടെയും അരിസ്റ്റോട്ടിൻ്റെയും എഴുത്തുകളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ആ കാലഘട്ടത്തിൽ ഈ പൊളിറ്റിക്സിൻ്റെ ബ്രാഞ്ച് ഓഫ് പൊളിറ്റിക്സ് ആയിട്ടായിരുന്നു എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കൺസിഡർ ചെയ്തിരുന്നത്. അതായത് അതിൻ്റെ കാരണം ഈ ഒരു എക്കണോമിക്സ് എന്ന് പറയുന്ന ടേംസ് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ എക്കണോമിയെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വെൽത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൻ്റെ കീഴിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ആവശ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന
ഒരു സബ്ജക്റ്റ് അല്ല ഒരു ഡിസിപ്ലിൻ ആയതുകൊണ്ടാണ് അന്ന് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ലെവലിലേക്ക് അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്തിരുന്നത്. അതായത് മാനേജ്മെൻറ്റ് ഓഫ് സിറ്റി സ്റ്റേറ്റ് എന്നതാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ആൻഷ്യൻ്റ് ഗ്രീക്ക് ടൈമിൽ ഈ ഒരു എക്കണോമിക്സ് എന്ന് പറയുന്ന ടേംസിനെ ഉപയോഗിച്ചിരിക്കുന്നത് മാനേജ്മെൻറ്റ് ഓഫ് സിറ്റി സ്റ്റേറ്റ് എന്നുള്ള ടേംസിലായിരുന്നു. ഇത് ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് സോഷ്യൽ സയൻസ് ആയിട്ട് മാറിയത് 18th സെഞ്ച്വറിയുടെ ലാസ്റ്റിലാണ്. അത് നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ടത് പറയാൻ വേണ്ടിയിട്ട് പറ്റും, അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്നിരുന്നാലും ഈ എക്കണോമിക്സിൻ്റെ എവല്യൂഷൻസാണ് നമ്മളത് പറഞ്ഞത്. ഇനി എന്താണ് എക്കണോമിക്സ് എന്നുള്ള ഈ ഒരു എക്കണോമിക്സ് എന്ന് പറയുന്ന സോഷ്യൽ സയൻസിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറയുന്ന കേസ്. ഈ എക്കണോമിക് പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റിലെ എല്ലാ മേഖലയിലുള്ള എല്ലാ ശാഖകളും പഠിക്കുന്നത് അല്ലെങ്കിൽ അതിനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താണെന്നറിയാം, മനുഷ്യർ ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ മാൻ കൈൻഡ് എന്ന് പറയുന്നത് വളരെ ഒരുപാട് ആഗ്രഹങ്ങളും നീഡ്സ് അല്ലെങ്കിൽ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ള ഒരു സോഷ്യൽ അനിമലാണ്. ഈ ഒരു അൺവാണ്ടഡ് അല്ലെങ്കിൽ ഈ ഒരു നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈഡ് ചെയ്യാൻ ഉതകുന്ന രൂപത്തിലുള്ള റിസോഴ്സസ് നമ്മുടെ ഈ ഒരു വേൾഡിൽ ഇല്ല. അതായത് ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾ, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിലുള്ള എല്ലാ ജനങ്ങളുടെയും ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് ആ രാജ്യത്ത് അവൈലബിൾ അല്ല. അപ്പോൾ ഈ സ്കെയേഴ്സ് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് മാൻ കൈൻഡിൻ്റെ ആവശ്യങ്ങളെ നീഡ്സ് ആൻഡ് ഡിസയേഴ്സിനെ അല്ലെങ്കിൽ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ ഒപ്റ്റിമം സാറ്റിസ്ഫാക്ഷൻ ലെവലിലേക്ക് എത്തിക്കുക, പരമാവധി സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സോഷ്യൽ സയൻസ് ഡിസിപ്ലിനാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം മനുഷ്യരെന്ന് പറയുന്നത് ഭയങ്കര ആഗ്രഹങ്ങളാണ് ശരിക്കും മനുഷ്യരിങ്ങനെ ജീവിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. ആഗ്രഹങ്ങളില്ലെങ്കിൽ ഒരിക്കലും മനുഷ്യന് ജീവിതം ഉണ്ടാവില്ല. പക്ഷെ മനുഷ്യൻ്റെ പ്രത്യേകത, ഒരു ആഗ്രഹം വന്നു, ആ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രൈനസ് അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രവർത്തനമാണ് അവൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആ മാൻ കൈൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. അങ്ങനെ അയാൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചു, അങ്ങനെ ആ ഒരു വാണ്ട്സ് സാറ്റിസ്ഫൈഡ് ആയിക്കഴിഞ്ഞാൽ ഷുവറായിട്ടും അടുത്ത ഒരു വാണ്ട്സ്, അടുത്ത ഒരു നീഡ്സ് അയാൾക്ക് വരും. അപ്പോൾ ഈ ഒരു നീഡ്സ് ആൻഡ് വാണ്ട്സിലേക്കുള്ള ഒരു നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യുമ്പോൾ അടുത്തത് ജനിക്കും. ഇങ്ങനെ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന പ്രോസസ്സാണ്. നിങ്ങളൊക്കെ ഒരുപാട് തിയറംസൊക്കെ ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് മീൻസ് ഫിസിയോളജിക്കലായ മുതൽ പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ വരെ വരുന്ന ഒരുപാട് നീഡ്സ് ആൻഡ് ഡിസയേഴ്സ് എന്തുണ്ട് മനുഷ്യന്മാർക്കുണ്ട്. അപ്പോൾ ഈ ഒരു നീഡ്സ് ആൻഡ് ഡിസയേഴ്സ് സാറ്റിസ്ഫൈഡ് എത്രയും എഫക്റ്റീവായിട്ട് സ്കെയർ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് സാറ്റിസ്ഫൈഡ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ എക്കണോമിക്സിൻ്റെ ബേസിക് എയിം എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക് പ്രോബ്ലംസ് ഇത് പറയുന്ന ഇതാണ്. ഹ്യൂമൻ വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്, അതുപോലെ തന്നെ റിസോഴ്സസ് ആണെങ്കിൽ ലിമിറ്റഡ് ആണ്. ഈ ലിമിറ്റഡ് ആയിരിക്കുന്ന റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് ഒരിക്കലും അവസാനിക്കാത്ത മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും സാധൂകരിക്കുക എന്നുള്ളതാണ് ബേസിക്കലി ഈ എക്കണോമിക്സിൻ്റെ എയിം. അതായത് ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് ദി വാണ്ട്സ് and the scarcity of the resources are the two foundation stone of economics. ഇനി നമുക്ക് എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻസ്, ആ ഡെഫിനിഷൻസിൻ്റെ ഓരോ അപ്ഗ്രഡേഷൻസ് തന്നെയാണ് ഈ ഒരു എക്കണോമിക്സിൻ്റെ ഇവാലുവേഷൻസിൻ്റെ ബേസ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞു 18ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇന്ന് കാണുന്ന എക്കണോമിക്സിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് എന്നുള്ള ഫുൾ ഫ്ലഡ്ജ്ഡ് സോഷ്യൽ സയൻസ് എന്നുള്ള ഒരു ലെവലിലേക്ക് എക്കണോമിക്സ് എന്ന് പറയുന്ന ശാസ്ത്രശാഖ സോഷ്യൽ സയൻസ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻസ് പറയുന്നതും ഓരോ ഓതേഴ്സിനെയും ഡിഫറെൻറ്റ് വ്യൂസിലാണ് ഈ ഒരു ഡെഫിനിഷൻസ് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി അത് പഠിച്ചത് തന്നെയാണ്. വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേസിറ്റി ഡെഫിനിഷൻ ആൻഡ് ഗ്രോത്ത് ഡെഫിനിഷൻ.
ഇപ്പോൾ ക്ലാസിക്കൽ എക്കണോമിക്സ് ലൈക്ക് ആദം സ്മിത്ത്, റിക്കാർഡോ മിൽ മെൽസസ് ആൻഡ് അതർ സോഷ്യലിസ്റ്റ് എക്കണോമിക്സ് ലൈക്ക് കാളർ മാർക്സ്, നിയോ ക്ലാസിക്കൽ എക്കണോമിക്സ് ആൽഫ്രഡ് മാർഷൽ, ACPU, അതുപോലെ ജെ എം കെയ്ൻസ്, സാമുവൽസ്, ഇങ്ങനെ പറയുന്ന ഡിഫറെൻറ്റ് ഓതേഴ്സ് ഡിഫറെൻറ്റ് വ്യൂസിലാണ് ഈ ഒരു എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ഇവരൊക്കെ ഡിഫറെൻറ്റ് വേയിലാണ് ഡെഫിനിഷൻ ചെയ്തത്. അപ്പോൾ ഓരോന്നിൻ്റെയും ഒരു ഡെഫിനിഷൻസിൻ്റെ ക്രിട്ടിസൈസ് ചെയ്തു, ആ ക്രിറ്റിസിസം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ആൾ ഡിഫൈൻ ചെയ്യുന്നു, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഓരോ ഡെഫിനിഷൻസ് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ കേസാണ് വെൽത്ത് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. ദ സയൻസ് റിയലി നമ്മൾ പറയുന്ന ഈ എക്കണോമിക്സ് എന്ന് പറയുന്ന സയൻസിൻ്റെ സ്റ്റാർട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബോൺ എന്ന് പറയുന്നത് വെൽത്ത് ഡെഫിനിഷനിലൂടെയാണ്. The science of economics was born in 1776 when Adam Smith published his famous book An Enquiry into the Nature and Causes of the Wealth of the Nation. He defined economics as a study of the nature and causes of national wealth. According to him, economics is the study of wealth, that is, how wealth is produced and distributed. So, he is known as the father of the economics, and his definition is popularly known as wealth definition. ഈ ഇന്ന് കാണുന്ന ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള സോഷ്യൽ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്തത് ആദം സ്മിത്ത് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് അയാളുടെ ആൻ എൻക്വയറി ഇൻ ടു എ നാച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് ദി നാഷൻ എന്ന് പറയുന്ന ബുക്ക്, ഫേമസ് ആയിരിക്കുന്ന ബുക്ക് പബ്ലിഷ് ചെയ്തതോടുകൂടിയാണ്. ആ ബുക്കിൽ അയാൾ ഈ എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തത് എക്കണോമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് വെൽത്താണ്. വെൽത്ത് മീൻസ് ഹൗ വെൽത്ത് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഒരു നാഷൻ്റെ വെൽത്ത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നും ആ രാജ്യത്തെ മാൻകൈൻഡ് ഹ്യൂമൻ ബീങ്സിലേക്ക് അതെങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്നാണ് ആദം സ്മിത്ത് ഈ അയാളുടെ വിഖ്യാതമായിരിക്കുന്ന ആൻ എൻക്വയറി ഇൻ ടു ദി നാച്ചർ ആൻഡ് കോസ് ഓഫ് ദ വെൽത്ത് ഓഫ് ദ നാഷൻ എന്ന് പറയുന്ന ബുക്കിൽ എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡെഫിനിഷൻ അറിയപ്പെടുന്നത് വെൽത്ത് ഡെഫിനിഷൻ എന്നാണ്. പക്ഷേ ഈ ഡെഫിനിഷന് കുറേ പോരായ്മകളുണ്ടായിരുന്നു, കുറേ ക്രിറ്റിസൈസ് വന്നു. അതായത് മസ്റ്റായിട്ട് ഇത് ഡസ് നോട്ട് ഹൈലൈറ്റ്സ്, അതിൻ്റെ മെയിൻ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മച്ച് എംഫസൈസ് ഓൺ വെൽത്ത്. ഇത് വെൽത്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു ഡെഫിനിഷനാണ്. അനദർ വൺ, ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് മീനിങ് ഓഫ് ദി വെൽത്ത്. അതായത് വെൽത്തിൻ്റെ മീനിങ് ഒരു റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു ബേസിൽ. മൂന്നാമത്തെ കേസ്, നോ കൺസിഡറേഷൻ ഫോർ ഹ്യൂമൻ ഫീലിംഗ്. മാൻ കൈൻഡിൻ്റെ ഫീലിങ്സിന് യാതൊരു പരിഗണനയും ഈ ഒരു ഡെഫിനിഷൻ നൽകുന്നില്ല. ദ അനദർ ക്രിറ്റിസിസം ഈസ് ദാറ്റ് നോ മെൻഷൻ ഫോർ മാൻസ് വെൽഫെയർ. അതായത് മാൻ വെൽഫെയർ അല്ലെ ഹ്യൂമൻ ബീങ്സിൻ്റെ വെൽഫെയറിനെ പറ്റിയിട്ട് യാതൊന്നും ഈ ഒരു ഡെഫിനിഷൻസിൽ പറയുന്നില്ല. ആൻഡ് നെക്സ്റ്റ് criticism is that silent about the economic problem. ഈ അൺസ്കെയർഡ് അല്ലെങ്കിൽ ലിമിറ്റഡ് റിസോഴ്സസ് ഉപയോഗിച്ച് മാൻകൈൻഡിൻ്റെ നീഡ്സ് ആൻഡ് ഡിസയർ എങ്ങനെ ഫുൾഫിൽ ചെയ്യുന്നു എന്നതിനെ പറ്റിയുള്ള ആ എക്കണോമിക് പ്രോബ്ലത്തിനെ പറ്റിയിട്ട് യാതൊരു കാര്യവും ഈ ഒരു ഡെഫിനിഷൻസിൽ പ്രതിപാദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡെഫിനിഷൻസിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ആൽഫ്രഡ് മാർഷൽ നെക്സ്റ്റ് ഡെഫിനിഷൻസിലേക്ക് വന്നു. അതാണ് അറിയപ്പെടുന്നത് വെൽഫെയർ ഡെഫിനിഷൻസ് എന്ന്. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആൽഫ്രഡ് മാർഷലാണ്. ഹു ഈസ് റെസ്ക്യൂസ്ഡ് ദ എക്കണോമിക്സ് ഫ്രം ദി എബോവ് ക്രിറ്റിസിസമാണ്. ഈ ഒരു ക്രിറ്റിസിസത്തെ ഓവർകം ചെയ്തുകൊണ്ട് അയാൾ പുതിയൊരു ഡെഫിനിഷൻസ് കൊണ്ടുവന്നു. ആ ഡെഫിനിഷൻസാണ് വെൽഫെയർ ഡെഫിനിഷൻസ് എന്നറിയപ്പെടുന്നത്. മാർഷൽ ഒരു ഗ്രേറ്റ് മാത്തമാറ്റീഷ്യൻസ് ആയിരുന്നു, അതേപോലെ ജോമെട്രീഷ്യൻസ് ആയിരുന്നു. പക്ഷെ പിന്നീട് അയാൾ ഗ്രേറ്റ് എക്കണോമിസ്റ്റ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ അയാളുടെ വിഖ്യാതമായിട്ടുള്ള ഒരു വർക്കാണ് അല്ലെങ്കിൽ അയാളുടെ ഒരു ബുക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1890 അപ്പോൾ ഈ 1890 അയാൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന ബുക്കിലാണ്
ഇയാൾ എക്കണോമിക്സിനെ ഈ വെൽഫെയർ ഡെഫിനിഷൻസ് അയാൾ നടത്തിയത്. അപ്പോൾ അയാളുടെ ബുക്സിൽ പറയുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് എക്കണോമിക്സ് ആസ് എ പൊളിറ്റിക്കൽ എക്കണോമി ഓർ എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് മാൻ കൈൻഡ് ഇൻ ദി ഓർഡർലി ബിസിനസ് ഓഫ് ലൈഫ്. It examines that part of individual and social action which is most closely connected with the attainment and with the use of material requisites for well-being. അതായത് ഈ ഒരു കേസിൽ അയാൾ നടത്തിയിരിക്കുന്ന ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻസിൻ്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളെ പറ്റിയിട്ടുള്ള സ്റ്റഡി. കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് മാൻ കൈൻഡ് ഇൻ ദി ഓർഡർലി ബിസിനസ് ഓഫ് ലൈഫ്. ഇറ്റ് എക്സാമിൻസ് എ പാർട്ട് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ആക്ഷൻ വിച്ച് ഈസ് മോസ്റ്റ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ദി അറ്റൈൻമെൻറ്റ് ആൻഡ് വിത്ത് ദി യൂസ് ഓഫ് മെറ്റീരിയൽ ഫോർ റിക്വസിറ്റ്സ് ഓഫ് വെൽബീങ്. മാർഷൽ ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു ഹ്യൂമൻ ബീയിങ്സിനെ അല്ലെ മാൻ കൈൻഡിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്. പക്ഷേ ആ മാൻ കൈൻഡിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയിൽ എക്സാമിൻ ചെയ്യുന്നത് ഒരു ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ മാൻ കൈൻഡ് അവരുടെ നീഡ്സ് ആൻഡ് അല്ലെ വെൽ ബീയിങ്ങിന് വേണ്ടിയിട്ട്, അത് വെൽ ബീയിങ്നെസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ പറ്റിയും അവരുപയോഗിക്കുന്ന റിസോഴ്സസ് അല്ലെ മെറ്റീരിയൽസിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി അല്ലെങ്കിൽ അതിൻ്റെ എക്സാമിനേഷനാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. മാർഷൽ ശരിക്കും ചെയ്തത് ഈ വെൽത്ത് എന്നുള്ളതിൽ നിന്ന് വെൽഫെയറിലേക്ക് എക്കണോമിക്സിനെ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. അയാളുടെ അഭിപ്രായത്തിൽ വെൽത്ത് ഈസ് നോട്ട് ആൻ എൻഡ് ബട്ട് ഓൺലി എ മീൻസ് ടു ആൻ എൻഡ്, ദ എൻഡ് ബീയിങ് ഹ്യൂമൻ വെൽഫെയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ അഭിപ്രായത്തിൽ എക്കണോമിക്സ് സ്റ്റഡീസ് ബോത്ത് വെൽത്ത് ആൻഡ് മാൻ. സോ ദിസ് ഡെഫിനിഷൻ ഈസ് നോൺ ആസ് വെൽഫെയർ ഡെഫിനിഷൻ. ഇതേ സിസ്റ്റം തന്നെയാണ് AC പിഗ്വേ എന്ന് പറയുന്ന പ്രൊഫസറും ഫോളോ ചെയ്തത്. പക്ഷെ അവരുടെ കുറച്ചും കൂടി ഡെഫിനിഷൻ ക്ലാരിഫൈഡ് ദ സ്കോപ്പ് ഓഫ് എക്കണോമിക്സ് ആൻഡ് റെസ്ക്യൂഡ്സ്ഡ് എക്കണോമിക്സ് ഫ്രം ദി ഗ്രിപ്പ് ഓഫ് ദ ബീയിങ് കോൾഡ് ഡിസ്മൽ സയൻസ് ആണ്. പക്ഷെ അതിനും എന്താണ് ക്രിറ്റിസിസം വന്നു. അതായത് നോൺ മെറ്റീരിയൽ വെൽഫെയർ ഉണ്ട് എന്നുള്ളൊരു കേസിൽ പറഞ്ഞിട്ട്, അതായത് ടീച്ചേഴ്സിൻ്റെ ലോയേഴ്സ് സിംഗേഴ്സ് പോലത്തെ അങ്ങനെ വാല്യുവബിൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ, അതിനാണ് നോൺ മെറ്റീരിയൽ വെൽഫെയർ എന്ന് പറയുന്നത്. അതിനെപ്പറ്റി യാതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല ഈ ഒരു ഡെഫിനിഷൻ എന്നുള്ള കേസിൽ ഇതിനെയും ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ടു. അപ്പോഴാണ് മൂന്നാമത്തെ ഡെഫിനിഷൻസിലേക്ക് പോകുന്നത്. സ്കേഴ്സിറ്റി ഡെഫിനിഷൻസ് എന്നാണ് പറയുന്നത്. ആൽഫർഡ് മാർഷലിന് ശേഷം ലേണൽ റോബിൻസ് ആണ് ഈ ഒരു സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഫോർമുലേറ്റ് ചെയ്തത്. അവരുടെ ഫേമസ് വർക്ക് ബുക്കാണ് ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ്, പബ്ലിഷ്ഡ് ഇൻ 1932. 1932 അയാളുടെ ഫേമസ് വർക്കായ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ് എന്നുള്ളത് പബ്ലിഷ് ചെയ്തു. അതിലാണ് അയാൾ സ്കേഴ്സിറ്റി ഡെഫിനിഷൻസ് കൊടുത്തത്. അപ്പോൾ അയാളുടെ കാഴ്ചപ്പാടിൽ എക്കണോമിക്സിനെ അയാൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്കണോമിക്സ് ഈസ് ദ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് അൾട്ടിമേറ്റീവ് യൂസസ്. He gave importance to 4 fundamental characters of human existence, such as unlimited want, scarcity of means, that means limited resources, alternative use of scarce means, and for the economic problem. ആദം സ്മിത്തിൻ്റെ ഡെഫിനിഷൻസിൽ വെൽത്ത് മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. അപ്പോൾ മാർഷലിലേക്ക് രണ്ടാമത്തെ ഡെഫിനിഷൻസിലേക്ക് എത്തുമ്പോൾ, വെൽഫെയർ ഡെഫിനിഷൻസിലേക്ക് എത്തുമ്പോൾ അവിടെ വെൽത്ത് ഒരു എൻഡല്ല, എൻഡ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ വെൽഫെയർ ആണ്. അപ്പോൾ അതുകൂടി കൺസിഡർ ചെയ്തുകൊണ്ടുള്ള രൂപത്തിലേക്ക് വെൽഫെയറിലേക്ക് എത്തി. മൂന്നാമത്തെ കേസാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം എക്കണോമിക്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്. അത് എൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അയാളുടെ സ്കേഴ്സ് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട്
അതായത് മൾട്ടിപ്പിൾ യൂസേജ് അല്ലെങ്കിൽ ഒരുപാട് യൂസേജ് ഉള്ള സ്കേഴ്സ് റിസോഴ്സസ് എങ്ങനെയാണ് ഒരു ഹ്യൂമൻ ബീയിങ്സ് അവരുടെ നീഡ്സ് ആൻഡ് ഡിസയർ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നതിൽ ഉപയോഗിക്കുന്നത് എന്നതിനെ പറ്റി ആ ഒരു ബിഹേവിയറിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്നതാണ് ഈ സ്കേഴ്സിറ്റി ഡെഫിനിഷൻസ് പറയുന്നത്. അപ്പോൾ അയാൾ 4 ഫണ്ടമെൻ്റൽ ക്യാരക്ടർ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ആണ് പറയുന്നത്. മനുഷ്യരിലുള്ളത് ഒന്നാമത്തത് അൺലിമിറ്റഡ് വാണ്ടാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, മനുഷ്യൻ എന്താണ് ഒരിക്കലും അവസാനിക്കാത്ത അൺലിമിറ്റഡ് വാണ്ട്സ് ആണ്. അപ്പോൾ ഈ അയാളുടെ ഡെഫിനേഷൻസിൽ എൻസ് എന്ന് പറയുന്ന വേർഡ്സ് അയാൾ ഉദ്ദേശിക്കുന്നത് എൻസ് റെഫേഴ്സ് ടു ദി ഹ്യൂമൻ വാണ്ട്സ് വിച്ച് ആർ ബൗണ്ട്ലെസ് ഓർ അൺലിമിറ്റഡ് ആണ്. ഒരിക്കലും അവസാനിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും ഒരു അതിർത്തിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു ബൗണ്ടറിക്കുള്ളിൽ വെക്കാൻ വേണ്ടി പറ്റാത്ത രൂപത്തിലുള്ള മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ് ഈ എൻഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഡെഫിനിഷൻസിൽ വേർഡ് കൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത്. സ്കേഴ്സിറ്റി ഓഫ് മീൻസ് ഓർ ലിമിറ്റഡ് റിസോഴ്സസ് എന്ന് പറയുന്നത് ഈ ഒരു അൺലിമിറ്റഡ് ആയിരിക്കുന്ന ഹ്യൂമൻ വാണ്ട്സ് സാറ്റിസ്ഫൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന റിസോഴ്സസ് അല്ലെ മാൻ കൈൻഡ് ഉപയോഗിക്കുന്ന റിസോഴ്സസ്, ടൈം ആൻഡ് മണിയാണ് റിസോഴ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മാൻ കൈൻഡിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി അല്ലെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പേഴ്സൺ ഉപയോഗിക്കുന്ന റിസോഴ്സസ് അത് ലിമിറ്റഡ് ആണ് എന്നതാണ് പറയുന്നത്. മൂന്നാമത്തെ ഈസ് ഓൾട്ടർനേറ്റീവ് യൂസ് ഓഫ് സ്കേഴ്സ് മീൻസ് ആണ്. അതായത് ഈ ഒരു കാഴ്ചപ്പാടിൽ പറയുന്നത് മെറ്റീരിയൽസിന് അല്ലെങ്കിൽ റിസോഴ്സസിന് ഒരുപാട് യൂസേഴ്സ് ഉണ്ട്, പക്ഷെ അത് എന്തിനു ഉപയോഗിക്കണം എന്നുള്ള ചോയ്സ് അത് ഉപയോഗിക്കുന്ന ആളാണ്. ലിമിറ്റഡ് ആണ് റിസോഴ്സസ്, പക്ഷേ ആ ലിമിറ്റഡ് റിസോഴ്സസ് പല ആവശ്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് യൂസേജ് ഉണ്ട്, പക്ഷേ ഏത് യൂസേജാണ് ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അത് ഉപയോഗിക്കുന്ന ആളാണ്. നാലാമത്താണ് ദ എക്കണോമിക് പ്രോബ്ലം. വെൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, മീൻസ് ആർ സ്കേഴ്സ് and have an alternative uses, the economic problems arises. Hence we need to arrange wants in the order of urgency. അതായത് നമ്മൾ പറഞ്ഞു അൺലിമിറ്റഡ് വാണ്ട്സ് ആണ്, അതിന് വേണ്ടിയിട്ട് സാറ്റിസ്ഫൈഡ് ചെയ്യിക്കാൻ സ്കേഴ്സ് റിസോഴ്സസേ ഉള്ളൂ, പക്ഷെ ആ റിസോഴ്സസിന് മൾട്ടിപ്പിൾ യൂസ് ഉണ്ട്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഈ ലിമിറ്റഡ് റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് അയാളുടെ ഒരുപാട് ആഗ്രഹം അൺലിമിറ്റഡ് വാണ്ട്സ് ഒരുപാടുണ്ടാവും, പക്ഷെ ആ വാണ്ട്സിൽ ഏതൊക്കെയാണ് അയാളുടെ പ്രയോറിറ്റൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ അർജൻസി, എന്താണ് ആദ്യം വേണ്ടത്, ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, ആ ഒരു അർജൻസിയെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മളെടുത്ത് ഇപ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ നമ്മളെടുത്ത് പൈസ വളരെ കുറവേ ഉള്ളൂ. അപ്പോൾ ആ പൈസ കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യും, പക്ഷെ ചെയ്യുമ്പോൾ ഏത് കാര്യമാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്, നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ടാണോ അടുത്ത ചെയ്യുന്നത്, അതാണ് നമ്മുടെ അർജൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഉള്ള പൈസ അത് നമ്മൾ എന്ത് ചെയ്യും, അറേഞ്ച്മെൻറ്റ് നടത്തും, ഡിഫറെൻറ്റ് ആ പൈസയാണ് നമ്മൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. ആ റിസോഴ്സസ് നമ്മൾ നമ്മുടെ നീഡ്സ് ആൻഡ് ഡിസയർ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് അതിന് ഫുൾഫിൽ ചെയ്യില്ല. അതാണ് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കെയർ ആയിരിക്കുന്ന അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിരിക്കുന്ന ആ പൈസ നമ്മൾ ഉപയോഗിക്കുമ്പം ഫസ്റ്റ് കൊടുക്കുന്നത് ഏതാണ്, പിന്നെയാണ് നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ നടത്തും. ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഡിസിഷൻസാണ് ഹ്യൂമൻ ബീയിങ്സ് നടത്തുന്നത് അല്ലെങ്കിൽ അതിൻ്റെ യൂസേഴ്സ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ കുറച്ചും കൂടിയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വെൽ ഡിഫൈൻഡ് ആണെന്ന് പറയാം. പക്ഷേ ഇതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡെഫിനിഷൻ ഈസ് അനലറ്റിക്കൽ, യൂണിവേഴ്സൽ ഇൻ ആപ്ലിക്കേഷൻ, എ പോസിറ്റീവ് സ്റ്റഡി ആൻഡ് കൺസിഡറിങ് ദി കൺസെപ്റ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ബട്ട് ദിസ് ഓൾസോ ക്രിട്ടിസൈസ്ഡ് ഓൺ ദി ഗ്രൗണ്ട് ദാറ്റ് it is too narrow and too wide. It offers only light but not fruit, confined to micro-analysis and ignores growth of economics. അപ്പോൾ ഇത് നല്ലൊരു ഡെഫിനിഷൻസാണ്. അനലറ്റിക്കൽ വ്യൂസ് ഉണ്ട്, യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആണ്, പോസിറ്റീവ് സ്റ്റഡിയാണ്, അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനും സം കൈൻഡ്സ് ഓഫ് ലിമിറ്റേഷൻസ്. അതായത് ഒന്ന്, ഇറ്റ് ഈസ് ടു നാരോ ആൻഡ് ടു വൈഡ് പറയുന്നു. രണ്ടാമത്തെ കേസ് ഇതൊരു ജസ്റ്റ് ഒരു ലൈറ്റിങ്, നമുക്ക് ഈ ഒരു എക്കണോമിക്സിലേക്ക് ഒരു ലൈറ്റിങ് മാത്രമാണ്, അല്ലാതെ അതൊരിക്കലും നമുക്ക് അതിൻ്റെ ഫ്രൂട്ട്
ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴി മാത്രമായിട്ടാണ് പറയുന്നത്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊന്നും പ്രതിപാദിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഇത് മൈക്രോ എക്കണോമിക്സിനെയാണ് കൺസിഡർ ചെയ്യുന്നത്, മാക്രോ അല്ലെങ്കിൽ ഗ്രോത്ത് എക്കണോമിക്സിനെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഡെഫിനിഷൻസിൻ്റെ ക്രിറ്റിസിസമായിട്ട് പറയുന്നത്. അങ്ങനെയാണ് നാലാമത്തെ ഡെഫിനിഷൻസായ മോഡേൺ ഡെഫിനിഷൻസിലേക്ക് എത്തുന്നത്. ഈ മോഡേൺ ഡെഫിനിഷൻസിനെ പറ്റിയുള്ള ആദ്യത്തെ സ്റ്റഡി വരുന്നത് നമ്മുടെ JM കെയ്ൻസ് എന്ന് പറയുന്ന എക്കണോമിക്സിലാണ്. അതായത് ഈ റോബിൻസ് അതായത് നമ്മുടെ സ്കേസിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്ന റോബിൻസിൻ്റെ പബ്ലിക്കേഷൻ്റെ 78 വർഷങ്ങൾക്ക് ശേഷമാണ് JM കെയ്ൻസ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മോഡേൺ ഡെഫിനിഷൻസിൻ്റെ ബേസിലേക്ക് ചിന്തിക്കുന്നത്. അപ്പോൾ ഇയാളുടെ ഡിഫൈൻസ് പ്രകാരം അതായത് കെയ്ൻസ് ഡിഫൈൻഡ് എക്കണോമിക്സ് ആസ് ദ സ്റ്റഡി ഓഫ് ദി അഡ്മിനിസ്ട്രേഷൻസ് ഓഫ് ദി സ്കേസ് റിസോഴ്സസ് ആൻഡ് ദി ഡിറ്റർമിനേഷൻസ് ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇയാളുടെ വിധത്തിൽ ഈ അഡ്മിനിസ്ട്രേഷൻസ് ഓഫ് സ്കേസ് റിസോഴ്സസ് ആണ്. ഈ ലിമിറ്റഡ് ആയിരിക്കുന്ന റിസോഴ്സസിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക, മാനേജ് ചെയ്യുക ആൻഡ് ഡിറ്റർമിനേഷൻസ് ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്, അതിലൂടെ മാൻകൈൻഡിന് ഇൻകംസും എംപ്ലോയ്മെൻറ്റും ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എക്കണോമിക്സിൻ്റെ ഫങ്ഷൻ എന്നാണ് ഈ കെയ്ൻസിൻ്റെ മോഡേൺ ഡെഫിനിഷൻസ് പറയുന്നത്. മറ്റൊരു മോഡേൺ എക്കണോമിസ്റ്റാണ് ബെൻഹാം. അപ്പോൾ അയാളുടെ കാഴ്ചപ്പാടിൽ എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്യുന്ന എ സ്റ്റഡി ഓഫ് ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദി സൈസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദ കൺട്രീസ് നാഷൻസ് ഇൻകം. അപ്പോൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ സൈസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദ കൺട്രീസ് നാഷണൽ ഇൻകം. ഒരു നാഷണൽ ഇൻകം, ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകത്തിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, അതിൻ്റെ സൈസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റിയിട്ടുള്ളതൊക്കെ സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്നാണ് ബെൻഹാമിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. റീസെൻ്റായിട്ട് സാമുവെൽസ് എന്ത് ചെയ്തു, ഒരു മോഡേൺ ഗ്രോത്ത് ഡെഫിനിഷൻസ് ഫോം ചെയ്തു. അതായത് ഈ ഡെഫിനിഷൻസിൽ ബേസ് ചെയ്തിരിക്കുന്നത് ഗ്രോത്ത് ആസ്പെക്ട്സ് ആണ്. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് എന്ന് പറയുന്ന സാമുവെൽസിൻ്റെ ഡെഫിനിഷൻസ് ആണ്. അപ്പോൾ അയാൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ മെൻ ആൻഡ് സൊസൈറ്റി ചൂസ് വിത്ത് ഓർ വിത്തൗട്ട് ദി യൂസ് ഓഫ് മണി to employ scarce productive resources which could have alternative uses, to produce various commodities over time and distribute them for consumption now and in the future among the various people and group of society. അപ്പോൾ ഇത് കുറച്ചും കൂടി വിശാലമായിട്ടുള്ള ഡെഫിനിഷൻസ് ആണ്. ഫസ്റ്റ് പറയുന്ന ഇതാണ്: സ്റ്റഡി ഓഫ് how men and society choose a scarce resource, productive resources, with or without use of money ആണ്. പൈസ വിത്തൗട്ട് യൂസ് ഓഫ് മണി. ഈ സ്കേസ് റിസോഴ്സസ് എങ്ങനെയാണ് ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ സൊസൈറ്റി ചൂസ് ചെയ്യുന്നത്? വിച്ച് കുഡ് ഹാവ് ആൻ ഓൾട്ടർനേറ്റീവ്. ആ ഒരു എന്ത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്കേസ് റിസോഴ്സസ് ഉപയോഗിക്കുന്നത്? കാരണം ആ റിസോഴ്സസിന് എന്തുണ്ട്, ഒരുപാട് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓൾട്ടർനേറ്റീവ് യൂസസ് ഉള്ള ഈ സ്കേസ് റിസോഴ്സസിലെ ലിമിറ്റഡ് റിസോഴ്സസ് എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? ടു പ്രൊഡ്യൂസ് വാരിയസ്, ഏത് പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനാണ് അയാൾ അത് ഉപയോഗിക്കുന്നത്, അതുപോലെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താണ്, അത് ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് കൺസംഷൻ നടത്തുന്നത്. അങ്ങനെ അതിനുശേഷം ഇൻ ദി ഫ്യൂച്ചർ എമംഗ് വാരിയസ് പീപ്പിൾ ആൻഡ് ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി. അത് ചുരുക്കി പറഞ്ഞാൽ ഈ സ്കേസ് റിസോഴ്സസ് സൊസൈറ്റി അതായത് കൺസപ്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, കൺസപ്ഷൻ ചെയ്യുക, അത് അവസാനം എൻഡ് യൂസേഴ്സ് ടു എ സൊസൈറ്റിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ സൊസൈറ്റി ഈ ഒരുപാട് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉള്ള റിസോഴ്സസ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇയാളുടെ ഡെഫിനിഷൻസ്. അതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്നാണ് സാമുവെൽസ് ലേറ്റസ്റ്റ് ആയിട്ട് ഗ്രോത്ത് ഡെഫിനിഷൻസിലൂടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇതാണ്, സിമ്പിളായിട്ട് പറയുന്നതാണെങ്കിൽ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ സൊസൈറ്റീസ് യൂസസ് സ്കേസ് റിസോഴ്സസ് to produce valuable commodities and distribute them among different people for satisfying their wants.
ദീസ് ഡെഫിനിഷൻസ് അതാണ് പോപ്പുലർലി നോൺ ആസ് ഗ്രോത്ത് ഡെഫിനിഷൻ. അത് ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ സൊസൈറ്റി എങ്ങനെയാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് അവരെന്ത് ചെയ്യുന്നത് കമ്മോഡിറ്റീസാക്കി മാറുന്നത്, വാല്യുബിൾ കമ്മോഡിറ്റീസായിട്ട് മാറുന്നത്. അതാണ് കസ്റ്റമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെ പീപ്പിൾസിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സൊസൈറ്റി ഒരുപാട് ഓൾട്ടർനേറ്റീവ് യൂസുള്ള സ്കേഴ്സ് റിസോഴ്സസ് ആ കസ്റ്റമേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള പ്രൊഡക്റ്റാക്കി മാറ്റാൻ ഏത് ടൈപ്പുള്ള പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ് ആ സ്കേഴ്സ് റിസോഴ്സസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ആ സ്കേഴ്സ് റിസോഴ്സസ് ഉപയോഗിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്നാണ് മോഡേൺ ഡെഫിനിഷൻസിലെ സാമുവൽസിൻ്റെ ഗ്രോത്ത് ഡെഫിനിഷൻസ് പറയുന്നത്. അപ്പോൾ 4 ഡെഫിനിഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ 4 ഡെഫിനിഷൻസിൻ്റെ വ്യൂവിൽ നമുക്ക് എക്കണോമിക്സിനെ പറ്റിയിട്ടുള്ള പറയാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് നമ്മൾ ഒരൊറ്റൊരു വേർഡ്സിൽ പറയുകയാണെങ്കിൽ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് അലോക്കേഷൻസ് ഓഫ് ദി സ്കേഴ്സ് റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ അൺലിമിറ്റഡ് ഹ്യൂമൻ വാണ്ട്സ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. വി ഓൾ ഫേസ് scarcity because no one can have all of the goods and services that he or she desires. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ലിമിറ്റഡ് ആയിരിക്കുന്ന സ്കെയർസ് ആയിരിക്കുന്ന റിസോഴ്സസ് ഹ്യൂമൻ ബീങ്സ് അൺലിമിറ്റഡ് ആയിരിക്കുന്ന ഹ്യൂമൻസ് നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അലോക്കേഷൻ നടത്തുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് എക്കണോമിക്സ്. നമുക്കറിയാം നമ്മൾക്കാർക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ അടുത്ത് തന്നെ ഇല്ല. അതാണ് ലിമിറ്റഡ് റിസോഴ്സസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ലിമിറ്റഡ് റിസോഴ്സിൽ നമുക്ക് റിസോഴ്സസ് കിട്ടുകയാണെങ്കിലൊക്കെ നമ്മുടെ ഒരു നീഡ്സ് ആൻഡ് ഡിസയർ സാറ്റിസ്ഫൈഡ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത ഡിസയറിലേക്ക് എത്തും. ഇപ്പോൾ നമ്മളൊരു കഥയൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഒരു ബസ് കാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അതായത് നമ്മൾ ഇപ്പോൾ വരുന്നതാണെങ്കിൽ ഇപ്പോൾ പാനൂരിന് അല്ലെങ്കിൽ നാദാപുരത്തു നിന്നൊക്കെ വരുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ബസ് സ്റ്റോപ്പ് കുറച്ചൊരു അധികം വലിയ സ്റ്റോപ്പൊന്നും അല്ലാത്തൊരു ബസ് സ്റ്റോപ്പാണെങ്കിൽ അവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഒരൊറ്റ ബസ്സും നമുക്ക് നിർത്തുന്നില്ല. അവസാനം നമ്മളെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ആഗ്രഹം ഉണ്ടാവും എന്ത് ഏതെങ്കിലും ഒരു ബസ് എങ്ങനെയെങ്കിലും കൂടുതൽ ആളായിട്ടാണ് നിർത്താത്തത്, നിൽക്കാൻ പോലും സ്ഥലമില്ല. പക്ഷേ നമ്മളാഗ്രഹം എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റെപ്പിൻ്റെ മുകളിലെങ്കിലും നിന്നാൽ മതി എന്നുള്ളൊരു ചിന്തയായിരിക്കും. പക്ഷേ ആ ആഗ്രഹം കുറച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബസ് നിർത്തിയാൽ നമുക്ക് സ്റ്റെപ്പിൻ്റെ മുകളിൽ നിൽക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തുന്ന ഒരവസ്ഥയിൽ അതുവരെ പ്രാർത്ഥിക്കുക ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നാൽ മതിയായിരുന്നു എന്നാണ്. പക്ഷെ അവിടെ എത്തുമ്പോൾ പിന്നെ സ്റ്റെപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളാഗ്രഹം എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് കയറിയിരുന്നാൽ മതി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്താണ് നന്നായിട്ടൊരു സീറ്റിൻ്റെ മുകളിൽ ചാരിയിരിക്കാൻ വേണ്ടി പറ്റുന്ന രൂപത്തിലേക്ക് നിൽക്കണം എന്നുള്ളൊരു ചിന്ത വരും. പിന്നീട് വരുന്നത് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് കിട്ടണം എന്നുള്ളൊരു ചിന്തയാണ്. അഥവാ അവസാനം നമുക്കൊരു സീറ്റ് കിട്ടിയാൽ സീറ്റ് കിട്ടി, പക്ഷേ സീറ്റ് കിട്ടിയതിന് ശേഷം പിന്നെ നമുക്ക് പരാതിയാണ് ഇത് എല്ലാ സ്റ്റോപ്പിലും നിർത്തുന്നു, ഒന്ന് പെട്ടെന്ന് എത്തിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്തയാണ്. ഇതുപോലെയാണ് ഹ്യൂമൻ വാണ്ട്സ്. നമ്മൾ ഒരു വാണ്ട്സ് വരുന്നു, അതെങ്ങനെയെങ്കിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആകാൻ റിസോഴ്സസ് ഒക്കെ കിട്ടി നമുക്ക് സാറ്റിസ്ഫൈഡ് ആകുന്നു. ആ സാറ്റിസ്ഫൈഡ് ആയിക്കഴിഞ്ഞാൽ അടുത്ത വാണ്ട്സ് വരും, അതും സാറ്റിസ്ഫൈ കഴിഞ്ഞാൽ നെക്സ്റ്റ് വാണ്ട്സ് വരും. ഇതാണ് ശരിക്കും ഹ്യൂമൻ ബീയിങ്സിനെ ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത് ഈ വാണ്ട്സ്, നീഡ്സ് ആൻഡ് ഡിസയർ ആണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലിമിറ്റ്, പക്ഷേ ഈ റിസോഴ്സ് അല്ലെ നമുക്കറിയാം ലോകത്തൊക്കെ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു ശരിക്കും പറയുന്നത് ഭക്ഷണമൊക്കെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ലോകത്തുള്ള ഒരു 60% ആൾക്കാരും പട്ടിണിയിലാണ്. കാരണം ബാക്കി വരുന്ന 40% ആൾക്കാർക്ക് മാത്രമേ ഈ റിസോഴ്സസ് ആക്സെപ്റ്റ് അല്ലെങ്കിൽ കിട്ടാനുള്ളൂ. പക്ഷേ ഈ ഒരു ബാലൻസ് അല്ലെങ്കിൽ ഇംബാലൻസസ് ഒക്കെ റിഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഈ സ്കേഴ്സ് റിസോഴ്സസ് കൊണ്ട് മാൻകൈൻഡിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് പരമാവധി സാറ്റിസ്ഫൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്റ്റഡിയാണ് നമ്മൾ എന്ത് പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് അല്ലെ സോഷ്യൽ സയൻസ് ബ്രാഞ്ച് നിലവിൽ വന്നത്. അപ്പോൾ ഈ ഒരു ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. ഈ എക്കണോമിക് പ്രോബ്ലംസിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പഠിക്കുന്ന സോഷ്യൽ സയൻസിലൊരു ശാഖയാണ് എന്ത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എക്കണോമിക്സ് എന്താണെന്ന് മാത്രമേ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. എക്കണോമിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻസും അതേപോലെ എക്കണോമിക്സിൻ്റെ 4 ഡെഫിനിഷൻസുമാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് നമ്മുടെ പ്രീവിയസ് നോട്ട്സും ഈ വോയിസും വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വായിക്കുക.
ഈ വോയിസ് കേട്ടതിന് ശേഷം നോട്ട്സ് ഒന്നും കൂടി വായിക്കുക, ആവശ്യമുള്ള ഷോർട്ട് നോട്ട് എഴുതി ഉണ്ടാക്കുക, കൃത്യമായിട്ട് നോട്ട്സ് മേക്ക് ചെയ്തുകൊണ്ട് പോകും. വെറുതെ നമ്മളൊരു വീഡിയോ ലെസൺസ് കേൾക്കുന്നത് പോലെ കേട്ടിട്ട് പോകരുത്. പകരം ഇത് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് എന്നുള്ള, അല്ലെങ്കിൽ എക്സാമിന് എഴുതാനുള്ളതാണ് എന്നുള്ള ആ ഒരു ചിന്തയിൽ, അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിലിരിക്കണം. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം നെക്സ്റ്റ് ലെസണുമായിട്ട് നാളെ.